നമസ്കാരം. അങ്ങനെ പൂരം സന്ധ്യയുടെ മനോഹരമായ ഒരു നിമിഷത്തിലേക്ക് വീണ്ടും നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ നമ്മൾ പൂരത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം പങ്കിട്ടുകൊണ്ട് ഒരുപാട് അതിഥികളിലേക്ക് നമ്മൾ കടന്നു പോകും. പൂരസന്ധ്യ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 2-3 ദിവസമായുള്ളൂ. പക്ഷേ ഒരുപാട് പേരാണ് കേട്ടോ ഞങ്ങൾക്ക് ഫോണിലൂടെ എല്ലാം ഈ പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചേക്കുക, ഓടി വരിക, വിശേഷങ്ങളൊക്കെ പങ്കിട്ട് പാട്ടൊക്കെ പാടി ഭാഗ്യമുണ്ടൊരു സമ്മാനമൊക്കെ വാങ്ങി നമുക്ക് പോകാം. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല, ഇന്നത്തെ മനോഹരമായ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. പൂരം സന്ധ്യയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രദർശന നഗരിയിലൂടെ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറേ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ തന്നെ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ച ബ്രാൻഡായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഷ്ടവിഭവം, പ്രത്യേകിച്ച് രുചിക്കൂട്ടുകൾക്ക് പുതുമകളാണ് മലയാളികൾ ആഗ്രഹിക്കുക. അത്തരം പുതുമകൾ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് കറികൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു കായമാണ് ഇന്ന് യഥാർത്ഥത്തിൽ മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക്, അടുക്കളയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത്. ഞാനൊന്ന് മണത്ത് നോക്കിയാണ് കേട്ടോ, ഒരു പക്ഷെ ഒന്ന് അറിയാൻ വേണമല്ലോ. ഒരു VB കായമാണ്, നമുക്കറിയാൻ പറ്റും. അസാധ്യം. ഇത് ഒരു 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതായത് ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ മണം ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ രുചിയുടെ വൈഭവം. നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം. സംഭവം ഗംഭീരമായിട്ട് അസാധ്യ സ്മെല്ലാണ്. നമ്മള് പേര് മിൽച്ചോ. ഞങ്ങൾ ആക്ച്വലി ഇത് കായ എന്ന് പറഞ്ഞത് ഒരു 10 വർഷത്തിൽ കൂടുതൽ ഫീൽഡിലുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യലും, അത് തമിഴ്നാട് പോലുള്ള സൗത്ത് ഇന്ത്യയിൽ നമ്മൾ മെയിനായിട്ട് പല കായ ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കും റോ മെറ്റീരിയൽ സപ്ലൈയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ അതുകൊണ്ട് പിന്നെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ ഓൺ ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നമുക്ക് ആരെക്കാളും മികച്ച ക്വാളിറ്റി കായം നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ TCVയിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ പരസ്യം പോകുന്നുണ്ട്. ധാരാളം ആളുകൾ ഇതൊക്കെ വാങ്ങി ഇത് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം വാങ്ങിയ ആളുകൾ തീർച്ചയായും വീണ്ടും ഇതിൻ്റെ തന്നെ 100% തന്നെ എത്തുമെന്ന് ഉറപ്പാണ്. കാരണം ഇതിൻ്റെ ആ ഒരു മണം നമുക്ക് ഒരു ആഹാരം കഴിക്കുവാനുള്ളൊരു താല്പര്യം എത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു. നമുക്കിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്യാരണ്ടി ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, ഈ സാധനം വാങ്ങിയിട്ട് അവർക്ക് തൃപ്തി ഇല്ലെങ്കിൽ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ, തിരിച്ചു വേണമെന്ന് നമ്മൾ പൈസ റീപേ ചെയ്യാൻ റെഡിയാണ്. അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് മറ്റുള്ള ഏത് കമ്പനിയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് കുറച്ചും കൂടെ ക്വാളിറ്റി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ എവിടേക്ക് വരാം. നമുക്കറിയാം, അടുക്കളയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് സാമ്പാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് സാമ്പാർ, അച്ചാർ എന്ത് തന്നെയാണെങ്കിലും അതിൽ ആ മണം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രുചി, അതില്ലാതെ ഒരു കളി നമ്മളില്ല. ക്വാളിറ്റി ആ ഒരു സംഭവത്തില് ഈ പറയുന്ന VB കായം ടോപ്പ് ലെവലിലേക്ക് നമ്മൾ കേരളത്തിലേക്ക് എത്തിയിരിക്കും. ഇപ്പൊ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാമിനോട് പലരും പറയാറുണ്ടോ, ഇതൊക്കെ വാങ്ങിയ ആളുകൾ ഫീഡ്ബാക്ക് പറയാറുണ്ടോ? ഉണ്ട്. എല്ലാവരും പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ കസിൻസ്, അറിയുന്ന ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങൾ എറണാകുളത്താണ്. അവിടെ നിന്ന് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം തന്നെയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയാ, എല്ലായിടത്തു നിന്നും ഒരു പോസിറ്റീവ് കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടുമല്ലോ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ. അതിൽ സന്തോഷം. എന്തായാലും ഇത് വൈകാതെ എല്ലാ അടുക്കളയിലേക്ക് എത്തട്ടെ. എല്ലാ അടുക്കളയിലും എത്താൻ നമ്മൾ മാക്സിമം ഇപ്പോൾ നമുക്ക് പല ഡിസ്ട്രിക്റ്റുകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി തുടങ്ങി. പിന്നെ നമുക്ക് TVയിൽ ആഡുകൾ വരും. ഒരു 3 months എല്ലാ ചാനലിലും തന്നെ ആഡുകൾ വരും. ഇപ്പോൾ നമ്മൾ TCVയിൽ അറിയാലോ, നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു 3 months എല്ലായിടത്തും ആഡുകൾ വരും. പിന്നെ ഞാൻ പറഞ്ഞില്ല, മെയിൻ ക്വാളിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ. അപ്പോൾ ഒരു കാര്യം മച്ചാമാരെ, ഇവിടെ വേറൊരാളിരിക്കുന്നുണ്ട്, ആളിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഇതൊന്ന് പിടിച്ചേ. വീട്ടിൽ പാചകം ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ലേ? അമ്മയുടെ കൂടെ പാചകത്തിന് കയറാറുണ്ടോ? ഇത് എങ്ങനെയുണ്ട്, ഇതിന്റെ സ്മെല്ല് എങ്ങനെയുണ്ട്? നല്ല സ്മെല്ലല്ലേ. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, VB കായം നല്ല ഗുണവും അതുപോലെ മണവും ഗുണമേന്മയുള്ള ഒരു കായം ഏതാണെന്ന് ചോദിച്ചാൽ അത് VB കായം തന്നെയാണ്. കാരണം ഏറ്റവും നല്ല, ഇനിയുള്ള സമയത്ത് മലയാളികളുടെ ഇഷ്ടവിഭവം ആയ സാമ്പാർ, അച്ചാറാണെങ്കിലും രസം, ഇതിനൊക്കെ ആ ഒരു മണം മാത്രം മതി. രസത്തിൽ രസം വേണമെങ്കിൽ കായം തന്നെ വന്നോളാം. അതാണ്, രസത്തിന് രസം വേണമെങ്കിൽ കായം വേണം. അത് VB കായം വേണം, വേറൊരു കായം പോരാ. അപ്പൊ ഒറ്റ കാര്യമുണ്ട്, രസത്തിൽ രസം വേണമെങ്കിൽ VB കായം തന്നെ വേണം എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് എത്ര നാളായി ഇതിങ്ങനെ ഒരു രംഗത്തേക്ക് വന്നത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഇതിന്റെ റോ മെറ്റീരിയൽ ഇമ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ കറി പൗഡേഴ്സ്, മസാലാസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാനുള്ള കമ്പനികൾക്കൊക്കെ നമ്മൾ ബൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എക്സ്പോർട്ട് ബ്രാൻഡ് ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ
പിന്നീട് നമ്മൾ ചിന്തിച്ചു നമ്മുടെ ഓൺ ബ്രാൻഡ് ആയാൽ എന്തുകൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, കാരണം നമുക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ട്. കാരണം ഇതിന്റെ റോ മെറ്റീരിയലാണ് ഇതിന്റെ ബേസ്. ഇത് മറ്റുള്ള ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയുള്ള കൺട്രീസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരേക്കാളും മികച്ച ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നമുക്ക് പറ്റും. അത് എന്തായാലും എല്ലാ അടുക്കളകളിലെയും രാജാവായി തീരട്ടെ നമ്മുടെ VB കായം. ആവും 100%. ഉറപ്പാണ്. എങ്ങനെയാണ് ഇതിന്റെ ആദ്യം ഉപയോഗിച്ചപ്പോ എങ്ങനെയായിരുന്നു ഇതിന്റെ? ആദ്യം ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് തോന്നിയത്. കാരണം ഹാസനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടിങ്ങിനൊക്കെ ഇത് തുടങ്ങിയത്. കൈ പൊള്ളില്ല ചേട്ടാ, ഇത് സംഭവം സൂപ്പറാണെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരും പറഞ്ഞു രസം നമ്മുടെ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ, രസവും സാമ്പാറും ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് എല്ലാവരും നല്ലതാ പറഞ്ഞത്. പിന്നെ സ്റ്റാഫുകളും അവരുടെ വീട്ടിലും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഒരു പരസ്യവാചകമല്ല, പരസ്യവാചകത്തിനപ്പുറം നമുക്ക് നല്ല ഗുണവും നല്ല മണവുമുള്ള രുചിയുമുള്ള ഒരു കായം ഏതാണെന്ന് ചോദിച്ചാൽ അത് VB കായം എന്ന രീതിയിലേക്ക് നമ്മൾ മലയാളികളുടെ ഇഷ്ടവിഭവമായി, ഏത് സാമ്പാറാണെങ്കിലും അച്ചാറാണെങ്കിലും രസമാണെങ്കിലും രസത്തിന് രസം പകരട്ടെ VB കായം. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടവിഭവമായി തന്നെ മാറും, ആളുകളുടെ ഇടം പിടിച്ചുകൊണ്ടിരിക്കും. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക്? എങ്ങനെയുണ്ട്? ഇവിടെ നല്ല ഫീഡ്ബാക്കാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം മണത്തു നോക്കി എല്ലാവരും ഇത് വാങ്ങുന്നുണ്ട്. നല്ല ഫീഡ്ബാക്ക്. ആളുകൾ വന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ടോ? എല്ലാവരും അതായത് മടക്കുമ്പോൾ തന്നെ അവരുടെ എക്സ്പ്രഷൻ തന്നെ എന്നുള്ളൊരു വലിയ എക്സ്പ്രഷൻ ആണത്. എല്ലാവർക്കും തന്നെ ഒരാളും മനസ്സിന് സന്തോഷം, നമുക്ക് അത്രയും കോൺഫിഡൻസ് കൂടുതലേ. കാരണം ഒരാളും ഇത് മണത്ത് നോക്കിയിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ല. 100%. ഒരു 90% ആളുകളും വാങ്ങിയിട്ടുണ്ട്. ബാക്കി ചിലർ വാങ്ങാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷു ആയതുകൊണ്ട് വീട്ടിൽ മേടിച്ചു വെച്ചു, ഞങ്ങൾ ഇനി തീരുമ എവിടെന്നെങ്കിലും മേടിച്ചോളാം. എല്ലായിടത്തും കിട്ടി തുടങ്ങിയില്ലേ? ഇപ്പൊ തൃശ്ശൂർ മാർക്കറ്റിലും പല സ്ഥലങ്ങളിലും ഷോപ്പുകളിലൊക്കെ ആയി തുടങ്ങി. മറ്റുള്ള ജില്ലകളിലും ഒരു 60% കവറായി തുടങ്ങി. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓൺ ബ്രാൻഡിങ് ഒരു 6 മന്തിനുള്ളിൽ എല്ലാവിധ ഭാവങ്ങളും ടീം TCV നേരുകയാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോട്ടെ, എല്ലാ അടുക്കളയിലും ഒരിടം പിടിക്കട്ടെ VB കായം. ഒത്തിരി സന്തോഷം. എന്തായാലും ഞങ്ങൾ പരസ്യവാചകത്തിന് അപ്പുറം കേട്ടോ, പരസ്യവാചകമല്ല, യഥാർത്ഥത്തിൽ തുറന്ന് തന്നെ ഞങ്ങൾ പറയുകയാണ് VB കായം ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മണം മാത്രം മതി, എത്ര ആസ്വദിച്ചാലും നമുക്കറിയാം. ആ ഒരു ഞാനൊരു കളർ കാണിച്ചു തരാം കേട്ടോ, തുറന്നത് കേട്ടോ. ഇതിൻ്റെ സ്വാഭാവികമായിട്ടും കായത്തിൻ്റെ ഈ ക്യാമറയിലേക്ക് നോക്കിയാലേ അതിൻ്റെ ആ ഒരു കളറ് കണ്ടോ, അത് മാത്രം മതിയല്ലോ. സാമ്പാർ കഴിക്കണമെന്ന് വലിയൊരു കൊതി. ഇനി ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു സാമ്പാർ കൂട്ടിയിട്ട് ഒരു മസാല ദോശ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അത്രയ്ക്കേറെ നമുക്കൊരു വിശപ്പിനെ സമ്മാനിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ മറ്റുള്ള വിശേഷപ്പെട്ട അതിഥികളിലേക്കും മറ്റുള്ള സ്റ്റാളുകളിലേക്കൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. നമസ്കാരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉഷാറല്ലേ? പൂരത്തിന്റെ ഡ്യൂട്ടി ഉണ്ടോ? ഡ്യൂട്ടി ഉണ്ട്. എവിടെ തന്നെയാണോ? അതെയോ സ്റ്റേഷനിലാണ്. ഒരു പോലീസ് ഓഫീസറെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിൽ പഠിച്ച പഠിതാക്കളാണ്. നമ്മുടെ TCVയുടെ തത്സമയം നമ്മുടെ പൂരം സന്ധ്യയിലാണ് ചേരുന്നത്. മോനെ പേര്? ഇപ്പോൾ PG സ്റ്റേഷനിലാണ്. ഈ പ്രാവശ്യം എവിടെയായിരിക്കും ഡ്യൂട്ടി? എങ്ങനെയൊക്കെയാണ്? തിരക്കായി തുടങ്ങുന്നു. ഈ പ്രാവശ്യം എല്ലാ ക്രമീകരണങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരിടും. കാണാം, സന്തോഷം. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പല ആളുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം ഗെയിമുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്. അത്തരം ഗെയിമുകളിലൂടെ ആളുകൾ നേരം പോക്കും ഒക്കെ എത്തുകയാണ്. എങ്ങനെയാണ്? പങ്കെടുത്തോ? ഇല്ല, പങ്കെടുക്കാനുള്ളൂ. എടുക്കാൻ പോവാണ്. വെറുതെ ട്രൈ ചെയ്ത് നോക്കാൻ. എവിടെ പറഞ്ഞേ? ഞാൻ കാളത്തോട് പുളിപ്പറമ്പ്. പേര്? ഷിറോൺ. ചേച്ചി പേര്? വിനിപ്രിയ. എങ്ങനെയാണ് മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് ഇവിടെ എത്തിയില്ലേ? അതുവരെ എത്തി. അപ്പൊ ഒന്ന് പരീക്ഷിക്കാൻ വെച്ചു. അതെങ്ങനെയാണ്? മുഴുവനായിട്ട് വീണോ? മുഴുവനായിട്ട് വീണത്ര. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പണ്ട് കുറെ ക്രിക്കറ്റ് കളിച്ചാലല്ലോ. ഇപ്പൊ എത്ര മുടക്കി? 50 രൂപ. അപ്പൊ അത് എറിയാൻ പോകുന്ന നമുക്കൊന്ന് നോക്കാട്ടോ. ഇനി എങ്ങാനോ അടിച്ച് കഴിഞ്ഞാൽ സമ്മാനം കൊണ്ടുപോകുന്ന അറിയാം. പണ്ട് ഒരുപാട് ക്രിക്കറ്റ് ഒക്കെ കളിച്ച് എന്നാലും കളിച്ച മാവിലേക്ക് എറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്തായാലും നോക്കാം. എന്തായാലും ഒരു ബോൾ കൊടുത്തേട്ടാ, അത് നോക്കട്ടെ. ആ ചേട്ടൻ പരീക്ഷിക്കാൻ നിൽക്കുകയാണ്. ധാരാളം പേര് അങ്ങനെ ആദ്യം എത്ര ബോൾ കിട്ടിയിട്ടുണ്ട്? 3 ബോളാണോ? 3 ബോൾ. എങ്ങനെയാ ചേട്ടാ? എന്റെ സമ്മാനം എങ്ങനെയാ?
ഫസ്റ്റത്തെ ബോളിൽ ഫുള്ളായിട്ട് വീഴാണെങ്കിൽ ക്ലോക്ക് കിട്ടും. ഫസ്റ്റിലത്തെ ബോളിൽ മുഴുവനായിട്ട് വീഴാണെങ്കിൽ ക്ലോക്ക് കിട്ടും. ക്ലോക്ക് കിട്ടും. ഇനി സെക്കൻഡ് ബോളിലാണ് വീണെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് കിട്ടും. ക്രിക്കറ്റ് ബാറ്റ് കിട്ടും. തേർഡ് പ്രൈസിലാണ് എല്ലാം വീണെങ്കിൽ ബേബി ടോയ് കിട്ടും. അപ്പൊ കുഴപ്പമില്ലാത്ത സമ്മാനങ്ങളൊക്കെയാണ്. അപ്പൊ ഏറെ എറിയാൻ പോകണം കേട്ടോ. ഒന്നാമത്തെ ബോള് ചേട്ടാ കൊടുത്തോ, ഉന്നം വെച്ച് കൊടുത്തോ. ഓ വില വീണോ, മുഴുവൻ വീണോ? ഇല്ല. അത് അങ്ങനെ പോയി. അപ്പൊ ഒന്നും കിട്ടില്ല. ഇല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. ശ്രദ്ധിച്ച് കണ്ടു, കൃത്യമായിട്ട് ചെയ്യണം. ഏകാഗ്രത വേണം. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രസാണ്. എനിക്ക് വരുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ ഇതൊക്കെയാണ് ഒരു രസകരമായിട്ട്. പൂരത്തിനൊക്കെ വരാറുണ്ട്. തൃശ്ശൂർ പൂരത്തിന് എല്ലാ കൊല്ലം വരാറുണ്ട്. ഫാമിലി ആയിട്ട് വരും, ഫ്രണ്ട്സുകളായിട്ട് വരും. നാട്ടിൽ തന്നെയാണോ? ആ പുളിപ്പറമ്പല് കാളത്തോട് മണ്ണെത്തിക്കാണ്. ചേച്ചി എന്ത് ചെയ്യണേ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അപ്പൊ അത്യാവശ്യം ചുറ്റി കറങ്ങി കണ്ടു. പർച്ചേസിംഗ് ഒന്നുമില്ലേ? അത്യാവശ്യം ഉണ്ട് അല്ലേ? അപ്പൊ എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പൊ ഇവിടെ കുറച്ച് നമസ്കാരം. എന്താ പേര്? പവി. എവിടെന്ന് പറഞ്ഞേ? ഇപ്പൊ ബാംഗ്ലൂർ പോയി പാലക്കാട് അപ്പൊ ബാംഗ്ലൂർ പോയി പാലക്കാട്. ആരൊക്കെയുള്ള കൂടെ? അവർക്ക് എവിടെ? എല്ലാരും ഇവിടെ പോയി. അച്ചാച്ചനാണല്ലേ? നമസ്കാരം. എങ്ങനെയുണ്ട് പൂരത്തിന്റെ തിരക്കായോ? തിരക്കായിട്ടുണ്ട്. ഇനിയിപ്പോ 6-ാം തീയതി പൂരം, 4-ാം തീയതി ഇനിയിപ്പോ എല്ലാ വർഷം വരാറുണ്ട് ചേട്ടാ? ഞാൻ ഇവിടെ അടുത്ത അയ്യന്തോളാണ്. നമ്മുടെ ചെറുമക്കളൊക്കെ ആയിട്ട് ചെറുമക്കളൊക്കെ അവരൊക്കെ ഒന്ന് ചിറ്റി അടിച്ച് വൈകുന്നേരം. അതെ. ഇനി വൈഫൈക്ക് ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാ വർഷവും ഒന്ന് വന്ന് ചിറ്റി അടിച്ച് പോയത് ഒരു പ്രാവശ്യമാണ് വരാതെ? അല്ല, ഓൾറെഡി ഒരു പ്രാവശ്യം വന്നു. ഇനി ഒരു പ്രാവശ്യം ഇന്ന് വന്നില്ലേ, ഇനി 2 പ്രാവശ്യം വരും. ഏതായാലും ഫ്രണ്ട്സൊക്കെ വരുമ്പോ അവരെ കൂടെ വരും. ഒന്നിലും ഉഷാറാവട്ടെ. ഉഷാറാക്കട്ടെ. അപ്പൊ എന്തായാലും ധാരാളം പേര് അവിടെ ഒരുപാട് പേർക്ക് സമ്മാനം കഴിച്ച ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. സമ്മാനം അടിച്ച ആളുകൾ. കൊട്ട കിട്ടിയതാ? ആർക്കാ കിട്ടിയത്? ആർക്കാണ് ഇത് കിട്ടിയത്? ആർക്കാണ് കിട്ടിയത്? മലയാളിയല്ലേ? പൂരം സ്ഥിരം വരാറുള്ളോ? കാണാൻ വരാറുണ്ട്. ഇതിപ്പോ എറിയാനുള്ളതാണോ? ഇതെന്തിനാ കിട്ടിയത്? അവർക്ക് അവിടെ ഒരു ബോൾ ഉരുട്ടിട്ട് പോയിന്റ്സ് അനുസരിച്ച്. ശരി. അപ്പൊ ഇതൊരു 20 പോയിന്റ് ഇപ്പൊ ഇത് കിട്ടിയോ? ഇത് 19 പോയിന്റ്. നല്ല രസമല്ലേ? അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. ധാരാളം പേര് മത്സരത്തിലൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേര് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രാവശ്യം കുട്ടികൾക്ക്, നമുക്ക് ക്യാമറ ഒന്ന് അങ്ങോട്ട് നോക്കിയറിയാം, ഒരുപാട് കളിയിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ബോട്ട് യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് ബോട്ട് യാത്ര നടത്താം കേട്ടോ. ഞാൻ അവിടേക്ക് പോകുന്നുണ്ട്. അതിന് മുന്നേ വേറൊരു സംഭവമുണ്ട്. ഇവിടെ വലിയൊരു വേറൊരു ഗെയിമുകളുടെ ഏരിയ ആണിത്. ഇത് ഇങ്ങനെ ഓരോ പോയിന്റുകളാണ്. ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ ക്യാമറ ഒന്ന് വന്നാൽ അറിയാം, ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ബോളിനനുസരിച്ചുള്ള പോയിന്റിനനുസരിച്ചാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന സമ്മാനങ്ങൾ കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഇടുന്ന ബോളുകൾക്ക് അതിൻ്റെ അവസാനം അത് കണക്കൂട്ടി നോക്കുമ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ സംഖ്യ എത്രയാണ്, ഇപ്പോൾ ചിലപ്പോൾ 29 ആണ്, അല്ലെങ്കിൽ 24 ആണ്, 20 അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന സമ്മാനങ്ങൾ കിട്ടും. അങ്ങനെ 35 വരെയുള്ള ഇതുണ്ട്. പിന്നെ 36 TV ഒക്കെയാണ് കേട്ടോ. വേറെ 36 വരെ വേറെ സമ്മാനമുണ്ട്. നല്ല അടിപൊളി ഒരു സൈക്കിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സംഭവമൊന്നും അല്ല, ഗംഭീര സംഭവമൊക്കെയാണ്. അത്യാവശ്യം വീടിനോടാ തുടങ്ങിക്കോളൂ, മത്സരിച്ചോളൂ. അങ്ങനെ കേട്ടോ, മത്സരിക്കാനൊക്കെ ആയിട്ട് ധാരാളം പേര് വരുന്നുണ്ട്. ഇത് ക്രേസായ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഈ പൂരത്തിൻ്റെ വേറൊരു വൈബ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരോ ആസ്വാദനം പലതരത്തിലുണ്ട്. പലർക്കും ഇതുണ്ട് കേട്ടോ. വലിയ തിരക്കാണ്. ആ തിരക്കിൽ പങ്കെടുത്ത് കുറേ പേര് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ബോട്ട് യാത്ര കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബോട്ട് യാത്രയാണ് തൃശ്ശൂരിന് നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ. ഇവിടെ 50 രൂപയെന്നാണ് പറഞ്ഞത്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ കയറിയിട്ട് ഇതിൽ കൂടെ കയറി നമുക്ക് അടിപൊളിയായിട്ട് ബോട്ട് യാത്രയൊക്കെ നടത്താം. അങ്ങനെ ഏറെ കൗതുകം നിറഞ്ഞ ഒരുപാട് വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് ഇവരോട് ചോദിക്കാം, എത്ര രൂപയാണ് ബോട്ടിൽ കയറുന്നതിന്? 50 രൂപ. 50 രൂപ. എത്ര മണിക്കൂർ കയറും? 7 റൗണ്ട് ഇതിന് ചുറ്റും. ആളുകളൊക്കെ ഉണ്ടോ? അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. സെറ്റാണ്. ഈ ബോട്ടിലെ യാത്ര ആരും വന്നില്ല ഇത്ര നേരമായിട്ട്? വരികയായിരുന്നു. ഇപ്പൊ ചേട്ടൻ വന്നായിരുന്നു തോന്നുന്നു. എല്ലാവരും വരണം. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. 10 മണി വരെ നിൽക്കാം. അപ്പൊ ആരും കയറില്ല. എന്നാ പിന്നെ ശരി, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ബോട്ടിൽ ആരും കയറാതിരിക്കുമോ ഒന്ന് പരീക്ഷിക്കണമല്ലോ.
ടീം TCV വരുന്ന സ്ഥലത്ത് അവർക്ക് ബോട്ടിൽ കയറുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കയറുമോ കയറില്ലയോ എന്നൊന്നും അറിയണമല്ലോ. ആരാണ് ഈ ബോട്ടിന് പെയിന്ററോ? ആരാണ് ഡ്രൈവർ? കപ്പിത്താൻ ആരാണ്? കപ്പിത്താനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. വയസ്സായ ആളാണോ? ആളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അതെ, ആളാണോ സ്രാങ്ക്? എന്താ പേര്? ഞങ്ങള് നമ്മുടെ ആൾക്കാരാ. ആ ചേട്ടനെ പേര്? ഹനീഫ. എവിടെ സ്ഥലം? എന്റെ വീട് മണ്ണുത്തി കഴിഞ്ഞിട്ട്. മണ്ണുത്തി. അപ്പൊ നമ്മുടെ ചാനലാന്ന് മനസ്സിലായതുകൊണ്ട് ഓടി ഇറങ്ങി. അതുകൊണ്ടല്ലേ നമ്മുടെ പിള്ളേരുകൾക്ക് നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയില്ല. അവര് പറയാണ് ടീം TCV വന്നു കഴിഞ്ഞാൽ ആരും ബോട്ടിൽ കേറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തായാലും 10 മണി വരെ ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാണ്. ആരും കേറില്ലെന്ന് പറഞ്ഞായിരുന്നു അറിയണല്ലോ. അപ്പൊ അവർക്ക് നമ്മുടെ ചാനൽ അറിയില്ല എന്ന് തോന്നുന്നു. അനിഫിക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഈ ചാനൽ നമ്മുടെ സ്വന്തം ചാനലാണ്, നമ്മുടെ സ്വന്തം ചാനലാണ് തൃശ്ശൂര്. മനസ്സിലായോ? അച്ഛന് മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട്? ആളുകളൊക്കെ ഉണ്ടോ? അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇന്നത്തെ ആൾക്കാരില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ രസമാണല്ലോ. എൻജോയ് ചെയ്യില്ല പിള്ളേര്. അടിച്ചു പൊളിക്കണം. നഗരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കണം. എത്ര റൗണ്ട് അടിക്കും? 7 റൗണ്ട്. ഇങ്ങനെ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചു. 7 റൗണ്ട് അടിക്കും. ചേട്ടന് കുറെ നാളായോ? ഞാനിതിന്റെ നേരത്തെ വർക്ക് ഇതിന്റെ. അപ്പോ ഈ വർഷം ഉഷാറാവട്ടെ. അടിച്ചു പൊളിക്കാം. ഹാപ്പി പൂരം. അപ്പൊ പൂരം സന്ധ്യയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്റെ തലയ്ക്ക് മുകളിലൊരു സംഭവം കണ്ടോ, പറക്കണം കേട്ടോ. എന്താ സംഭവം നോക്ക്. ഈ ജാതി അടപാടുകൾ എന്ന് പറയില്ലേ, എന്താ സംഭവം. വേറെ ലെവൽ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും വളരെ രസകരമായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഏറെ കൗതുകം എന്ന് പറയുന്നത്. ഇതാ പാഞ്ഞു വരികയാണ്. അത്ര രസകരമായ ഒരു കാഴ്ചകളും വിനോദ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ കുറി പൂരപ്രദർശന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ കിളി പോകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഇതാ വരുന്നുണ്ട് തലയ്ക്ക് മുകളിലൂടെ, നമ്മൾ പേടിച്ചു പോകും. അത്ര രസകരമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം കൊച്ചു കുട്ടികളടക്കം ധാരാളം പേര് വരുന്നു. അവർ ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ കുറേ ഗെയിമുകൾ മാത്രം, അതായത് ആളുകളിങ്ങനെ ക്യൂ നിൽക്കുവാണ്, വരി നിൽക്കുകയാണ്. വരി നിന്നിട്ടാണ് അടുത്ത ഇതിലേക്ക് കയറാനായിട്ട് ആളുകൾ നിൽക്കുന്നത്. വലിയ തിരക്ക് തന്നെയാണ്. നമുക്ക് ചോദിക്കാം, എവിടെ നിന്ന് വരണേ? വരന്തരപ്പള്ളി. കയറാനായിട്ട് നിൽക്കുവാണോ? ഉണ്ണിക്ക് കയറാം. ശരി. ആർക്കുള്ളതെന്ന് പരിചയപ്പെടാം. പേര്? ശ്വേത. പേരെന്താ? ശ്രീനന്ദ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? പേര്? പേരെന്താ? പേര് സൗമ്യ. അമ്മയുടെ പേരോ? ആളെ കയറ്റാനായിട്ട് നിൽക്കണോ? അതിന്റെ മുകളിൽ കയറുവോ? ഇവിടെ ചെറുതില് മാത്രല്ലേ? എങ്ങനെയുണ്ട്? വേറെ സൂപ്പറായില്ലേ? ഇതിലൊക്കെ ഒന്ന് കയറാൻ വളർന്നോ? ഈ പ്രാവശ്യം ഇതിലും കയറിയോ? വന്നിട്ടുള്ളൂ. അപ്പൊ ഒരാറ്റം തുടങ്ങാൻ പോവാണ്. അപ്പോ പലരും ആളുകളും പഠിക്കണോ? പഠിക്കുകയാണ്. അപ്പോൾ പല ആളുകളും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വലിയൊരു തിരക്ക് തന്നെയുണ്ട്. ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ്. ഇവിടെ വേറെ കുറച്ച് ആളുകൾ നോക്കി നിൽക്കുന്നു. ഈ പ്രായത്തിൽ അതിന്റെ ഉള്ളിലൊന്ന് കയറാൻ തോന്നുന്നുണ്ടോ? പിന്നെ കയറാൻ തോന്നുന്നുണ്ട്. പ്രായത്തിന് എന്തല്ലേ? പ്രായത്തിന് പ്രശ്നമല്ല. നമുക്കൊന്ന് ഇതിനുള്ളിൽ കയറണമെന്ന്. സംഭവം എങ്ങനെയുണ്ട്? രസമാണല്ലേ? പേരെന്താ? വിനോദ്. എവിടെ സ്ഥലം? പുതൂർക്കര. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരും. വന്ന് ഇവിടെ ഒന്ന് ചുറ്റിയടിക്കും. ഇറങ്ങി ഒരു 3-4 പ്രാവശ്യം വന്നു. ആരൊക്കെ ഇവിടെ വന്നേക്കണേ? ഇപ്പം നമ്മുടെ ഇപ്പം കുട്ടിയുടെ മക്കള് 2 പേരും അവരുടെ മക്കളും കുടുംബം മൊത്തം ഇങ്ങോട്ട് പോന്നു. അപ്പൊ അമ്മയച്ഛൻ ഇവിടെ ഒതുങ്ങി നിൽക്കുവാണോ? ഇതിന് മുകളിൽ കയറാൻ പോയിക്കോണ്. കാണുമ്പോ പേടിയാവുണ്ടോ? ഞങ്ങള് കേറിയിട്ടുള്ള അതെ അല്ലേ? കാണുമ്പോ പേടിയൊന്നുമില്ല. പിന്നെ രസമല്ലേ? പിന്നെ രസമല്ലേ? കുട്ടികൾക്കാണ് ഏറ്റവും രസം. ഒന്ന് കയറി നോക്കൂ. അപ്പൊ എല്ലാവിധ ആശംസകൾ. പൂരം കാണാൻ വരാറുണ്ടല്ലോ? എല്ലാ പൂരം ഒരു പൂരം വിടരുത്. വർഷങ്ങളായിട്ട് വിടരുത്. അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ആസ്വാദകരമായ ഒരുപാട് നയന മനോഹര കാഴ്ചകളൊക്കെ തന്നെ ഒരുക്കുന്നത് ഇവിടെ തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേഗത്തിലാണ് തീവണ്ടി ഓടുന്നത്. ആ തീവണ്ടി ഓടുന്ന അതിൽ കുറേ കുട്ടികളുണ്ട്. അവർ രസകരമാണ്. ഇങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ അറിയാം. വലിയ നല്ല രസകരമായ ഒരു ആസ്വാദകരമായ ഒരു കാഴ്ചകളാണ്. ഇതൊക്കെ തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഓരോ പൂരക്കാലങ്ങളും കാത്തിരിക്കുന്നത്. ഓരോ പ്രദർശന നഗരിയും ഓരോ വർഷം നമ്മൾ കാത്തിരിക്കുന്നത് ഇതുപോലെ എൻജോയ് ചെയ്യാനാണ്. ഓരോ വെക്കേഷനുകൾ, ഓരോ അവധിക്കാലങ്ങളും കുട്ടികൾക്ക് പൂര ആവേശം മനസ്സിൽ നിറയുന്നത് ഇത്തരം മനോഹരമായ
വിനോദ ഉപാധികളിലെല്ലാം കയറി ഒന്ന് ആസ്വദിക്കുമ്പോഴാണ്. അപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളൂലേ? സൂപ്പറല്ലേ? കയറാൻ വളർന്നോ? മക്കള് കയറി. അതാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും അവരെ കുട്ടികളുടെ സന്തോഷം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആസ്വാദനത്തിനാണ് പലരും എത്തുന്നത്. അവിടേക്ക് ഒഴുകി വരുന്നതും ഇതൊക്കെ തന്നെയാണ് ആസ്വദിക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ള കാഴ്ചകളിലേക്ക്, പൂരം സന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ? നന്നായിട്ട്. എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. പേരെന്താ? ഡോഫി. പേര്? അനുഗ്രഹ. ഇവിടെ എന്ത് ചെയ്യണേ? പത്തിലേക്ക്. പട്ടിക്കാട് ഇനി പത്തിലേക്ക്. ചഞ്ചൽ. അനസ്തേഷ്യ പഠിക്കുക. ആദിൽ. എങ്ങനെയുണ്ട്? ഓരോ വർഷം വരുമ്പോഴും ഉണ്ടാവുന്ന പുതുമകൾ ഈ പ്രാവശ്യം ഉണ്ടോ? ഞങ്ങള് നേരം വൈകിട്ടാണ് വരാറ്. ഈ പ്രാവശ്യം നേരത്തെയായി. എല്ലാ കടകളൊക്കെ നന്നായിട്ട്. പൂരത്തിനൊക്കെ വരാറുണ്ടോ? പൂരത്തിന് വരാറില്ല. എക്സിബിഷൻ എന്തായാലും എല്ലാ വർഷവും വരും. പാട്ടോട് അറിയാം? ആർക്കായാലും പാട്ടോട് അറിയണേ. എന്തായാലും പൂരം ആഘോഷിക്കുക. മനസ്സ് നിറഞ്ഞിട്ട് തന്നെയാണ് കടന്നു വരുന്നത് ഭൂരിഭാഗം പേരും. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ എക്സിബിഷനൊക്കെ? എങ്ങനെയുണ്ട്? നന്നായിട്ട്. എല്ലാ വർഷവും വരാറുണ്ടോ? ആദ്യമായിട്ടാണോ? എവിടെ സ്ഥലം? എവിടെയാ? ബോംബെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു ഫീല്? പൂരം കണ്ടിട്ടാണോ പോകുന്നത്? അല്ല. ഓക്കെ. പൂരത്തിൻ്റെ മനസ്സറിയുന്ന ആളുകൾ തന്നെയാണ് ഒരിക്കലെങ്കിലും ഈ എക്സിബിഷനൊക്കെ കാണാൻ വരാതിരിക്കില്ല. കാരണം അത്രയേറെ ഒരു പ്രാവശ്യം വന്ന ആൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരും. ഇതൊന്നും ആസ്വദിക്കുമെന്നതിൽ ഒരു സംശയമില്ല. അത്രേ തിരക്കുകൾ ഉണ്ടെങ്കിലും. നമസ്കാരം. എവിടെ നിന്നാണ് വരുന്നത് എല്ലാവരും? മരത്താക്കര. അത് പരിചയപ്പെടാം. പേര്? ജെയ്സൺ. ജസ്ലിൻ. നാട്ടിൽ തന്നെയാണോ? സ്വാഭാവിക പ്രവാസികളാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ? എങ്ങനെയുണ്ട്? നന്നായിരുന്നു. എല്ലാ പ്രാവശ്യം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. കാര്യമായിട്ടൊക്കെ വാങ്ങി നോക്കുന്നു? എന്താ ചെയ്യണേ? ശ്രീരാം ഗ്രൂപ്പ് കമ്പനീസിൽ വർക്ക്. ശരി. മാഡം ടീച്ചറാണ്. ശരി. ഏത് സ്കൂളിലാണ്? ഒല്ലൂര് സെന്റ് മേരീസ്. ശരി. നേവിയിൽ വർക്ക് ചെയ്യുക. അതെ. ലീവാണ്. പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് അങ്ങനെ എത്തിപ്പെടാറില്ല. ഒരു പ്രാവശ്യം ആള് വരാറില്ലേ? ശരി. എന്തായാലും ആസ്വദിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ കണ്ടില്ലേ? ഈ പ്രാവശ്യം പ്ലാൻ ഉണ്ടോ? വരണം. എൻജോയ് ചെയ്യുക. മൊറം അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ എക്സിബിഷൻ വന്ന് വാങ്ങുമ്പോൾ വേറൊരു ഫീൽ അല്ലേ? തീർച്ചയായിട്ടും. കാശ് കൂടുതൽ പോയാലും ഇത് വരുമ്പോഴത്തേക്കും ടീച്ചറായി അല്ല, കുറെ സാധനങ്ങൾ വാങ്ങാൻ തോന്നും. ക്ലാസ് ഒക്കെ ഇനിയിപ്പോ എങ്ങനെയാ? മെയ് തുടങ്ങുമോ? വെക്കേഷനാണ്. ജൂണിൽ ആരംഭിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും ഒരുത്തരം കണ്ടുകൂട്ടാം. താങ്ക് യു. എന്തായാലും ഇങ്ങനെയാണ് പല തലങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ആളുകളൊക്കെ ഒഴുകി എത്തുകയാണ്. എത്തുന്ന ആളുകളുമായി നമ്മൾ ഇങ്ങനെ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിലൂടെ നമ്മൾ നമസ്കാരം. നമസ്കാരം. മലയാളം? തമിഴ്. ആള് മലയാളല്ലേ? മലയാളം അറിയില്ലേ? ആള് ഫ്രണ്ടാണോ? ഫ്രണ്ട് തന്നെ. കേരള எப்படி இருக்கு? கேரளா எப்படி இருக்கு? சூப்பர். கேரளா சூப்பர். தமிழ்நாடு எവിടെ? நான் ஊட்டி. இது ஃபர்ஸ்ட் டைம் பாத்துருக்கா? இதான் ஃபர்ஸ்ட் டைம் இங்க. ஃபர்ஸ்ட் டைம். எப்படி இருக்கு? நல்லா இருந்துச்சு. ரொம்ப கொஞ்சம் வித்தியாசமான எக்ஸ்பீரியன்ஸ். நல்லா இருந்துச்சு. எல்லா ஐட்டம்ஸும் இருந்துச்சு. சீப் அண்ட் பெஸ்ட்டாக இருந்துச்சு. பூரம் பாத்துருக்கா? எது? பூரம் அதுதான் சொல்லியிருந்தாங்க. நெக்ஸ்ட் மந்த்ல நெக்ஸ்ட் வீக் அதான் சொல்லியிருக்காங்க. வந்து பார்க்கணுன்ட்டு தான். பார்க்கணுமா? എന്ത് ചെയ്യണ ആള് നിങ്ങൾ രണ്ടുപേരും? നമ്മൾ രണ്ടുപേരും കൺസെഷൻ വർക്കുണ്ട്. അപ്പൊ ഊട്ടിയിലാണോ? ഊട്ടി തന്നെ. രണ്ടാം ഊട്ടി തന്നെ. പൂരത്തിന്റെ സമയത്ത് ആളുണ്ടോ? ആളുണ്ടാവും. അവരോട് പറഞ്ഞു കൊടുത്തോ ഇങ്ങനെയൊക്കെ? പറഞ്ഞു. ഭയങ്കര സന്തോഷം. സന്തോഷം തന്നെ. പേരെന്തേട്ടാ? നമ്മുടെ പേര് ഉമ്മർ. പേര്? സതീഷ്. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യാ. ഹാപ്പി പൂരം ആസ്വദിക്കുക. ആളോട് പറഞ്ഞ് ഇതൊക്കെ ആസ്വദിച്ചിട്ട് പോവാ. ഓക്കെ, സന്തോഷം. എന്തായാലും പൂരത്തിന്റെ സ്പന്ദനങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമസ്കാരമുണ്ട്. തിരക്കിലാണോ? ഒരു കഴിഞ്ഞ പോലീസിലാണ്. ഒരു കാര്യം പറഞ്ഞോളൂ. നമ്മൾ മാലിന്യം ഒരിക്കലും വലിച്ചെറിയരുത്. എല്ലായിടത്തും ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലിടാൻ പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല. തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം. പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? സാർ ക്രമീകരണങ്ങളുടെ കാര്യങ്ങളൊക്കെ നാളെ മീറ്റിംഗ് ഉണ്ടല്ലോ. ഈ പ്രാവശ്യം തിരക്കായി വരുന്നുണ്ടല്ലേ? അപ്പോൾ ഒരുവിധ എല്ലാ ക്രമീകരണങ്ങളും ഓക്കെയാണല്ലോ? ഓക്കെയാണ്. നാളെ DGP മുതൽ എല്ലാവരും മീറ്റിംഗ്. എന്തായാലും ഒത്തിരി സന്തോഷം. കൂടെ ഞങ്ങളും ഉണ്ട്.
എന്തായാലും അപ്പോൾ സാർ പേര് ഇതേലേ എൻ്റെ പേര് ബിബിൻ. അതിലൊരു ഇത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരു പാമ്പും കോണിയുടെ ഒരു, അത് നല്ലൊരു മെസ്സേജുകളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അവിടെ കയറിയിട്ട് ഞങ്ങൾ ചെയ്തോളാം. കുട്ടികൾക്ക് കൂടി തീർച്ചയായിട്ടും. അപ്പോൾ വിപിൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കറിയാൻ പറ്റും ഇവിടെ ഈ ആളുകൾ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് വലിച്ചെറിയരുത്, അത് നിക്ഷേപിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആ വേസ്റ്റ് ഇടാൻ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇടണം. നമ്മുടെ പരിസരം നമ്മൾ തന്നെ ശുചിയാക്കി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടി ഒന്ന് ഓർക്കുക. ഇത്തരം ആളുകൾ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു മര്യാദ, അതാണ് നമ്മൾ വേണ്ടത്. അത് തന്നെ ആ ഭാഷ തന്നെ കടമെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്, അവരിലേക്ക് എത്തും. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എവിടെ നിന്ന് വരുന്നേ? ചൂര്. ആയിരിക്കുള്ള കൂടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നിങ്ങൾ വന്നോളൂ, നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. പേര്? ദീപ. അശ്വതി. എന്ത് ചെയ്യണേ ചേച്ചി? ഓ യെസ്, കോളേജിൽ. എങ്ങനെയുണ്ട് നമ്മുടെ പൂരത്തിന്റെ വൈബ് ആയി തുടങ്ങിയോ? പിന്നെ വൈബായി, നല്ല വൈബായി. ഇത് ഫസ്റ്റ് റൗണ്ട് ആണോ? ഇനി എത്ര റൗണ്ട് എത്തും? ഇത് ഫസ്റ്റ് റൗണ്ടാ. ഇനിയിപ്പോ എത്ര പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്? അത് പൂരത്തിന്റെ സമയത്ത് വീണ്ടും ഒന്നുകൂടെ വരും. അതൊരു ആചാരം പോലെ. അതൊരു ആചാരം പോലെ. അത് തൃശ്ശൂർക്കാരുടെ ആചാരമാണ്. അതെ. പൂരത്തിനെ കുറി എങ്ങനെയാ, ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ, എന്താണ് നിങ്ങൾ പതിവായിട്ട് കാണുന്ന ആ ഒരു ഇതെങ്ങനെയാണ്? സാമ്പിൾ തൊട്ടാണോ അതോ സമയപ്രദർശനം? സാമ്പിള് നമ്മൾ ചിലപ്പോൾ വരാറുള്ളൂ. മെയിൻ വെടിക്കെട്ടിന് വരാറുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് വരാറുണ്ട്. സമയപ്രദർശനം പിന്നെ സമയപ്രദർശനത്തിന് ചില കൊല്ലം വരാറുണ്ട്. സ്ഥിരമായിട്ട് ഏറ്റവും ഇഷ്ടം ഏതാണ്? കുടമാറ്റം, പിന്നെ മറ്റേ ഇലഞ്ഞിത്തറമേള. അതെന്തായാലും വിട്ടില്ല. അതൊക്കെ എല്ലാ കൊല്ലമൊക്കെ വരാറുണ്ട്. ഇവരെങ്ങനെ കൂടെ കൂടാറുണ്ട്? അവര് സാമ്പിളിനൊക്കെ വരാറുണ്ട്. പിന്നെ അതുമാതിരി ചമയം. മറ്റത് ഒരു എളുപ്പമല്ല, തിരക്കുകളാണ്. പക്ഷേ സ്ത്രീ സൗഹൃദ പൂരമാണ്, കുറച്ചുകൂടി ട്രൈ ചെയ്യാൻ പറ്റും. മാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാണ്? അതായത് സമയപ്രദർശനമാണോ, കുടമാറ്റം പിന്നെ കാണാൻ വരാറില്ലെന്ന് പറഞ്ഞു, എങ്കിൽ പോലും കുടമാറ്റം അറിയാലോ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാണ് മാമിന്? സമയം ഇഷ്ടമാണ്. അതിങ്ങനെ കണ്ട് ഇങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ അല്ലേ, അതൊരു എനിക്ക് തോന്നുന്നു രഹസ്യങ്ങളുടെ ചെപ്പിൽ കുറേ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, എങ്കിലും കുറച്ചെല്ലാം നമുക്ക് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അതിലൂടെ ഇങ്ങനെ നടന്നു പോവുക അല്ലേ. സാമ്പിളോ? എക്സിബിഷൻ. ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ വെറുതെ കറങ്ങുക അത് തന്നെയാണോ? ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങുക. ഒന്നും വാങ്ങിയില്ലേ കാര്യമായിട്ട്? അത്യാവശ്യം സഞ്ചിയിലുണ്ട് എന്നേ. അത്യാവശ്യം എല്ലാ സംഭവം ഉണ്ട്. മാമിന് എങ്ങനെയാണ്? കറങ്ങാനാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം. വൈബ് കിട്ടാന്നുള്ളത് ഈ സമയത്ത് ഇങ്ങനെയുള്ള നടത്തത്തിലാണ്. നമ്മളൊന്നും കാര്യമായിട്ട് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് റൗണ്ട് അടിക്കുക. എല്ലാരും കൂടെ അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് ഒരു കറക്കും. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അതാണ് നമ്മുടെ സാധാരണ എക്സിബിഷനൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ഫുഡ് അടിക്കുക, ഒരു മസാല ദോശ. അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതെന്തായാലും ഇതെല്ലാ വർഷവും നമ്മൾ കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ തലമുറകൾക്കും അതുകൊണ്ട് കൈമാറുക. അവര് നമുക്ക് പ്രായമാകുമ്പോൾ അവര് നമ്മളെ കൊണ്ടുപോകണം, അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്തായാലും ഹാപ്പി പൂരം, എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഓരോ ആളുകളും നമുക്ക് പകരുന്നതും ഇത്തരം സന്ദേശം തന്നെയാണ്. പുതിയ തലമുറകൾക്ക് ഈ വിശേഷങ്ങൾ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. മറ്റുള്ള അതിഥികളിലേക്ക് കടന്നു പോവുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് പൂരത്തിന്റെ എക്സിബിഷനൊക്കെ കണ്ട് പുറത്തിറങ്ങുകയാണ്? എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? നന്നായിട്ട്. എവിടെ വരുന്നത്? ഞങ്ങളിവിടെ നടത്തറ. എന്ത് ചെയ്യണേ? ഞാൻ IT ഫീൽഡാണ്. കുഞ്ഞിന്റെ പേര് പറയ്. കേട്ടില്ല. ഹൃദ്വി. ചേച്ചി എന്തുണ്ട് വിശേഷങ്ങളുടെ പൂരത്തിന്റെ? കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലേ? ഇല്ല, ഞങ്ങള് ജസ്റ്റ് ഒരു വിസിറ്റിന് വന്നതാണ്. വിസിറ്റ്. ഇനി അടുത്ത റൗണ്ട് അടിച്ച് വരുമ്പോ എല്ലാം നോക്കി വെച്ച് പോയിട്ടുണ്ട്. അതെ. പൂരത്തിന് പൊതുവായിട്ട് വരാറുണ്ടോ? വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? പൂരത്തിന്റെ ആ ഒരു ഇതിലെ സമയപ്രദർശനമാണോ, ഇലഞ്ഞിത്തറമേളമാണോ, സാമ്പിളാണോ, എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? നമ്മള് മറ്റേ കുടമാറ്റം വരാറ്. ആളെ കൊണ്ടുവരാറില്ലേ? ഇല്ല, കുടമാറ്റം തിരക്ക് കൊണ്ടാണോ? പക്ഷെ കുറച്ച് സ്ത്രീ സൗഹൃദ പൂരമാണ്, നമുക്ക് കാണുവാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇടങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിലൊക്കെ ഒന്ന് കാണിക്കുക. ചമയം കാണാറുണ്ട്. ചമയം ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ചമയം. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഈ പറയുന്ന പൂരപ്രദർശനം. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യാം, പുറത്തേക്ക് കിടക്കുക. തീർച്ചയായും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. പൂരത്തിന്റെ പാട്ട് പാടാൻ അറിയോ? പാട്ട് പാടിക്കും. പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ ഈ പൂഞ്ചിരാകും തന്നതാണേ ദൈവമല്ലയോ ദൈവത്തിനൊരായിരം നന്ദിയേകിടാൻ. സൂപ്പർ പാട്ടാട്ടോ. എന്തായാലും ആളെ പാട്ട് പഠിപ്പിക്കണം കേട്ടോ. തീർച്ചയായും. നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു അമ്മ എത്തിയിരിക്കുക. അമ്മ പേര്? ഗീത. എവിടെ നിന്ന് വരണേ?
ഇവിടെ വിയ്യൂര്. വിയ്യൂര്. മോളെ പേര്? ദേവലക്ഷ്മി. ദേവലക്ഷ്മി. ദേവനന്ദ. എത്രയല്ല പഠിക്കണേ? 5-ല്. 5-ല്. 3-ല്. 3-ല്. അമ്മ മാത്രമേ ഉള്ളൂ? അതെയോ? അവരെല്ലാരും ഉണ്ടല്ലേ? അപ്പൊ എപ്പോ കയറി ഉള്ളിൽ? 5-6 മണി. 6 മണി. അത്യാവശ്യം എങ്ങനെ കണ്ടോ? കണ്ടു. എല്ലാ പ്രാവശ്യം വരാറില്ലേ? എല്ലാ പ്രാവശ്യം വരണ്ട. മോളെ ഒരു പാട്ട് പാടി തന്നെ അങ്കിളിന്. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാനിടാം, തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാനിടാം, ആകാശ. അതുവരെ അറിയുള്ളൂ. സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോണേ. പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം? നന്നായിട്ടോ? സൂപ്പറാണോ? ആ. അപ്പോൾ വലിക്കും തോറും നീളം കുറയുന്ന വസ്തു. നീളം കുറയുന്ന വസ്തു സിഗരറ്റ്. പേര് പറഞ്ഞുപോയി. ദേവനന്ദ. ദേവാനന്ദയ്ക്ക് അടിച്ചിരിക്കുകയാണ്, സമ്മാനം അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേ കണ്ടോ, പഠിച്ച് വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ പ്രോഗ്രാം കാണാറുള്ള പഠിച്ചു വന്നേക്കുവാണല്ലേ. നിങ്ങൾ ഇന്നലെ കണ്ടിരുന്നോ പ്രോഗ്രാമൊക്കെ? പറഞ്ഞോ. അങ്ങനെയല്ല, ഞങ്ങൾക്ക് അറിയാം. ആ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ചോദിച്ച ഒരു കുസൃതി ചോദ്യമാണ്. വലിക്കും തോറും നീളം കുറയുന്ന വസ്തു. അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. സിഗരറ്റ് എന്നാണ് ഉത്തരം പറഞ്ഞത്. അതാ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. രണ്ടുപേർക്കും കൂടെ. സന്തോഷമായോ? ഇത് പ്രതീക്ഷിച്ചിരുന്നോ? വെറുതെ കണ്ടപ്പോ വെറുതെ നിന്നു. അപ്പൊ പരിചയമുള്ള ചേട്ടന്മാര് അല്ലേ? അപ്പൊ ഹാപ്പി പൂരം കാണാൻ പറഞ്ഞോ. എന്തായാലും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ, മനസ്സിൻ്റെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഓരോ ആളുകളും ഓരോ പ്രദർശന നഗരിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു പോകുന്നത്. അവരിലേക്കൊക്കെ ഞങ്ങൾ ഓടി എത്തുകയാണ്. കൂടുതൽ ചേച്ചി നമസ്കാരമുണ്ട്. എവിടെ നിന്ന് വരണേ? കരുവന്നൂര്. ആരൊക്കെയുള്ള കൂടെ? ഹസ്ബൻഡ് 2 കുട്ടികൾ. ഹസ്ബൻഡ് 2 കുട്ടികൾ. ആളൊന്ന് വിളിച്ചോളൂ. പേരെന്താ? ആരവ്. ചേച്ചി പേര്? വിനിത. പേരെന്താ? ആളുടെ പേരോ? അദ്വൈത്. എന്താ ചെയ്യണേ? ഹൗസ് വൈഫ്. എല്ലാ പ്രാവശ്യം വരാറുണ്ടോ ഇവിടെ? എല്ലാ പ്രാവശ്യം വരാറുണ്ട്. ഇപ്രാവശ്യം കുട്ടികൾക്ക് ആകെ ക്ഷീണിച്ചു. ഗെയിമിലൊക്കെ കളിച്ചിട്ടാണോ? ഇല്ല, ഞങ്ങൾ പുറത്ത് വേറെ സ്ഥലത്ത് പോയി. അത്യാവശ്യം ഒന്ന് ചിറ്റി അടിച്ചു അല്ലേ? വാങ്ങിക്കൂട്ടിയില്ലേ? ഇല്ല. വാങ്ങിക്കൂട്ടില്ല. അങ്ങനെ പൂരത്തിൽ വരാറുണ്ടോ? ചിലപ്പോ വരാറുണ്ട്. അങ്ങനെ ഭയങ്കര തിരക്കല്ലേ. ഈ പ്രാവശ്യം എങ്ങനെയാ? ഇല്ല, ഹസ്ബൻഡ് അതിന് മുന്നേ പോകും. ആള് പുറത്താണ്? പോവാ. ശരി. അപ്പൊ ആളൊന്ന് പരിചയപ്പെടാൻ. എന്തായാലും ആള് ക്യാമറ ഫോണിൽ എടുത്തോണ്ടിരിക്കുകയാണല്ലേ. ഒന്ന് മുന്നോട്ട് വരൂ. നമസ്കാരം. പേര്? ജഗൻ. എവിടെ? പ്രവാസിയാണ്? അതെ, ഖത്തറിൽ. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഞങ്ങളുടെ പൂരത്തിന്റെ സമയത്തൊക്കെ അവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റണേ? നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു പൂരണ്ട്, ആറാട്ടുപുഴ. അപ്പൊ അതിന് വേണ്ടി വന്നതാ. കഴിഞ്ഞ മാസമായിരുന്നു. അപ്പൊ ഇതിന് ലീവ് അതിന് കിട്ടൂല. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിലേ കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ തിരിച്ചു പോകും. ഇല്ല, പൂരം വിട്ടുള്ള കളിയില്ല. അതിപ്പോ നമ്മുടെ നാട്ടിലെ പൂരം ആറാട്ടുപുഴക്കാരൻ അവിടെ വരുന്നു. തൃശ്ശൂർ പൂരം നമ്മൾ അവിടെ ആഘോഷിക്കുന്നു. ഗൾഫിൽ എല്ലാവരും ഉണ്ടാവും. ആ സമയത്തൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര നാട്ടിലേക്ക് പോരാൻ തോന്നുന്നു അല്ലേ? തൃശ്ശൂർക്കാരൊക്കെ ഉണ്ടോ അവിടെ? എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് പുറത്തിറങ്ങിയ ഒരു പ്രവാസിയാകുമ്പോൾ. പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നതാണ് ഓൾറെഡി. തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം. പിന്നെ നമ്മുടെ മേളത്തിന്റെ എല്ലാതും ഉണ്ട്. ലീവ് ഇല്ല. ഇല്ല, തൃശ്ശൂർ പൂരത്തിന് ലീവില്ല. എന്തായാലും ഇതൊക്കെ ചിറ്റി അടിച്ചു. അതൊക്കെ കഴിഞ്ഞത് പോയി. ഇനി പുറത്തിറങ്ങി മസാല ദോശ നമ്മളിവിടെ അതാണ് സ്ഥിരമാണ്. കാരണം അതിനപ്പുറം ഒരു ചോദ്യമില്ല. ഇറങ്ങുന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യം. ഇതൊക്കെ ചിറ്റി അടിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു മസാല ദോശ, പിന്നെ വീട്ടിൽ പോയി കിടക്കുക. പിന്നെ അതാണ് ഈ ഒരു അടുത്ത വർഷത്തേക്ക്. അടുത്ത വർഷം എല്ലാവിധ ആശംസ. അപ്പൊ അടുത്ത വർഷം ലീവ് കിട്ടുമായിരിക്കും? കിട്ടും, തീർച്ചയായിട്ടും വരും. ആർക്കും പാട്ടോടെ അറിയോ? ഇല്ല. എന്തായാലും ഒത്തിരി സന്തോഷം. ഓക്കെ, കാണാം. പേര്? ജഗൻ. അപ്പൊ ജഗൻ ചേട്ടനാണ് നമ്മൾ കണ്ടത്. ഒരു പ്രവാസിയാണ്. ഓൾറെഡി ഇതുപോലെ തന്നെയാണ് ഓരോ പ്രവാസികളുടെ അവസ്ഥ. ഇങ്ങനെയാണ്. നമസ്കാരമുണ്ട്. പേടിച്ചു പോയോ? പേടിച്ചില്ല. ഇതെന്താ സംഭവം? ഇത് മറ്റേ തുടക്കുന്ന സംഭവല്ലേ? അങ്ങോട്ട് മേടിച്ചു. അവര് പറഞ്ഞ സാധനം വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. നമ്മള് സംബന്ധിച്ച് പ്രദർശന നഗരിയിൽ വന്നിട്ട് കാണുന്ന വെറൈറ്റി ആണ് നമ്മളവിടെ വാങ്ങും. സംഭവം വെറൈറ്റിന്റെ പറഞ്ഞത് നമ്മൾ നോക്കി, പക്ഷെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അതിൽ കണ്ടത്. എന്റെ പേര് ജോസ്. ജോസിന്റെ എവിടെ സ്ഥലം? സ്ഥലം ചെമ്മകണ്ണം, വെട്ടുകാട്, പുത്തൂര്. ചേച്ചി? ഷോളി. എന്താ ചെയ്യണം? വേറെ ജോലി ഒന്നുമില്ല. ഇനി ഇത് ജോലി ആവൂലോ. മോളെ പേര്? ജിസ്നി. എത്രയിൽ പഠിക്കണേ? 10 കഴിഞ്ഞു. എഴുതിയിരിക്കണോ? എങ്ങനെ ഉണ്ടാവും? കുഴപ്പമില്ലാണ്ട് തോന്നൂല്ലേ? അടുത്ത മാസം അറിയാലോ അല്ലേ? ജോസേട്ടാ, എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു വരുമ്പോഴുള്ള വൈബ്? എങ്ങനെയാണ്? ഇല്ല, കുഴപ്പമില്ല. എല്ലാ വർഷത്തിലും കൂടുതൽ ഒരു വെറൈറ്റി സംഭവം കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. മൊത്തത്തില് കുറച്ച് നല്ലതാണ് ഇപ്രാവശ്യത്തെ പരിപാടികളൊക്കെ. വലിയ കുഴപ്പമൊന്നുമില്ല.
പൂരത്തിന് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാ? ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടമാറ്റം. വേറെ ലെവൽ. അത് വിട്ടിട്ടൊരു ലെവലില്ല. ഇല്ല അതില്ല. ആളെ കൊണ്ടുവരാറുണ്ടോ? അല്ല, അതിനാ നല്ല തിരക്കല്ല ആവാറില്ല. അങ്ങനെ വരാറില്ല. പ്രദർശനം കാണാൻ വന്ന് കൊണ്ടുപോകാം. ഇല്ല, പിന്നെ പിറ്റേ ദിവസം മറ്റേ പോരില്ലേ പകൽ പൂരത്തിന് അപ്പൊ വരൂലേ? അപ്പൊ വരാറുണ്ട്. സംഭവം ലെവലല്ലേ? മോള് വരാറുണ്ടോ? അപ്പൊ എന്തായാലും ജോസേട്ടാ ഉഷാറാവട്ടെ. മേടിച്ചു കൊടുത്തിട്ട് പണിയാക്കി കൊടുത്തു. എന്തായാലും ഒത്തിരി സന്തോഷം. നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഓരോ ആളുകൾ കടന്നു പോകുമ്പോൾ ഈ പൂര പ്രദർശന നഗരിയിൽ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത നമ്മൾ ചോദിച്ചു. പലരോട് ചോദിക്കും ഇനി എന്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എല്ലാം ഒറ്റ ഉത്തരമായിരിക്കും. പുറത്തിറങ്ങിയിട്ടൊരു മസാല ദോശ കഴിക്കണം. അതാണ് തൃശ്ശൂർക്കാരൻ. തൃശ്ശൂരിൻ്റെ ഒരു സ്പന്ദനം അതാണ്. നമ്മൾ പറയാറില്ലേ, ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചിയാലോ എന്ന് ചോദിക്കില്ലേ, എന്നുപോലെ ഒരു മസാല ദോശ അങ്ങോട്ട് കഴിച്ചാലോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ അതിഥികളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിൽ ഒരു അതിഥി ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. പേര്? സുനീഷ്. ചേട്ടൻ എവിടുന്നാ? ഞാൻ കല്ലൂര്. തൃക്കൂര് കല്ലൂര്. മോനെ പേര്? വിനായക്. എന്താ പഠിക്കണേ? പത്തിലേക്ക് ആണോ ഇപ്പോ? ശരി. ചേച്ചി പേര്? മിഥില. വല്ല ചെയ്യുന്നുണ്ടോ ജോലി? ഹൗസ് വൈഫ്. മോനെ? വൈഷ്ണവ്. 8ലേക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ പൂരത്തിന്റെ വൈബായോ? അടിപൊളി. ഹാപ്പി. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഈ സമയത്താണ് എത്തുന്നത്? ഞാൻ എല്ലാ സമയത്തും വൈകുന്നേര സമയത്ത് ചൂടുണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പതിവായിട്ട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം ചോദിക്കാന്ന്, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ പുറത്തിറങ്ങിയിട്ട് മസാല ദോശ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളൊരു സർവത്ത് കുടിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടാ എല്ലാവരാണ്. അതായത് ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചിയാലോ? എന്നിട്ട് പൂരത്തിന്റെ ആ ഒരു സ്പന്ദനം എന്ന് പറയുമ്പോൾ പൂരം പലതരത്തിലാണ് പല ആളുകളും കാണാൻ ആഗ്രഹിക്കുന്നത്. ചിലർക്ക് കുടമാറ്റമായിരിക്കും, ചിലർക്ക് സാമ്പിൾ കൊടുക്കട്ടായിരിക്കും, ചിലപ്പോൾ ചമയ പ്രദർശനമായിരിക്കും. ഇനി ഇതൊന്നുമില്ല, ഇതിലേക്ക് ഒന്ന് കറങ്ങാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ചേട്ടന് ഇഷ്ടമായിരുന്നു? ഞങ്ങൾക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ പോയി നിന്ന് കാണാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ നടക്കുക, എൻജോയ്, അത്രേ ഉള്ളൂ. നടക്കല് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച്. കലാകാരനാണല്ലോ, എഴുതി വെച്ചിട്ടുണ്ട്. പാട്ട് പാടുന്ന ആളാണ്. ചെറുതായിട്ടൊക്കെ പാട്ട് പാടും, മൂളിപ്പാട്ട് ചെറുതായിട്ട്. ഓക്കെ. കണ്ടറിയാം, ഒരു കലാകാരനെ കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ സാധിക്കും. ഒരു രണ്ടുപേരും ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വച്ച കൂട്ടിൽ നീയും കുയിലായി പാടുമോ, നീ എന്നിണയായി കൂടുമോ, മനസ്സെന്ന മോഹക്കുടിലിൽ നിറയുന്ന സ്നേഹക്കനികൾ കൊതിയോടെ പങ്കിടുവാനായി കിളിയേ നീ വന്നിടുമോ, എൻ സ്നേഹമെനിക്കായി തരുമോ, മനം നിറയെ മധുരം തരുമോ, അഴകിൻ്റെ അഴകല്ലേ നീ അനുരാഗമലരല്ലേ, അഴകിൻ്റെ അഴകല്ലേ നീ അനുരാഗമലരല്ലേ. ലെവലാണ് ചേച്ചി. ശരിക്കും ഭാഗ്യമുള്ളൊരു ആളാണ് കേട്ടോ. ടെൻഷൻ വരുമ്പോ ചേട്ടൻ പാട്ട് പാടി തരുമോ? ചിലപ്പോഴൊക്കെ. ഏത് പാട്ടാ പാടി തന്നെ? ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ? ലവ് മാരേജ് ആണോ? വെറുതെ ഏത് പാട്ട് പാടിച്ച ആളെ വളച്ചത്? അങ്ങനെ അന്ന് ഏത് പാട്ടായിരുന്നു അന്ന് ഇഷ്ടപ്പെട്ടത്? അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും പറയാം. എന്നാലും മനസ്സിലാവും അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പാടിയത് ഏത് പാട്ടാണ്? ഓർമ്മയില്ല. എന്നാലും ചേട്ടന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ആളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴുള്ള മനസ്സിലേക്ക് വന്ന പാട്ട് ഏതാ? പാട്ടുകള് ആ സമയത്ത് ബോയ്സ് സിനിമ ഇറങ്ങിയ സമയം, ബോയ്സ് അതിലത്തെ പാട്ടുകളൊക്കെ എനിക്കറിയില്ല, പാട്ടുകൾ അറിയില്ല, ഓർമ്മകളുണ്ടായിരുന്നു. അങ്ങനത്തെ ലൈഫ് ഹാപ്പി ആയിട്ടല്ലേ പോണത്? അടിപൊളി ഹാപ്പി. ഇപ്പൊ കുറച്ചാളായിട്ട് ഭയങ്കര ഹാപ്പിയാ. ഇങ്ങനെ വേണം, അത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജീവിതം ജീവിക്കുക. അതെ, നമുക്കിതൊന്നും മുന്നൊന്നും അറിയില്ല. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും നല്ലൊരു ജീവിതം എന്താണെന്നുള്ള, മക്കള്, ഭാര്യ, കുടുംബം, ഇതൊക്കെ തന്നെയാണ് ഈ പൂരത്തിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാവരോടും എന്തായാലും അനുഗ്രഹീത കുറേ കലാകാരന്മാരും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതുപോലെയാണ് ഈ പൂരത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത്. ഇത്തരം മനോഹര ദൃശ്യങ്ങൾ ഇവിടെ ഒന്ന് ക്യാമറ ചലിപ്പിച്ചറിയാം. അവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കുകയാണ്, ഇവിടെ കുറച്ച് പേർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ജീവിതത്തിൻ്റെ അവസ്മരണീയമായ എല്ലാവരും അവിടെ തന്നെ നിന്നോളൂ. എനിക്ക് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനെന്ന് ചിരിക്കാൻ പറയുന്നു. കുടുംബസമേതം ചിരിക്കുന്ന ഒരു ഫോട്ടോ. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എവിടെ നിന്ന് വരുന്നു? കാലടി. പെരുമ്പാവൂർ കാലടി. ഓ ശരി. പേര്? അജയൻ. പേര്? സിന്ധു. കുഞ്ഞിന്റെ പേര്?
വിവാൻ കൃഷ്ണ അഖിൽ. ഓ വലിയ പേരാണല്ലോ. സീമ. സീമ. സുരേഷ് ചന്ദ്രദാസ്. സുരേഷ് ചന്ദ്ര തിരൂര്. എങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുണ്ടോ? ഇപ്പൊ വന്നിട്ട് കുറച്ച് നാളായി. ഇപ്പൊ വന്നിട്ട് ഒരു 6 കൊല്ലം മുമ്പ് അതാണ്. ഇന്നിപ്പോ ആദ്യമായിട്ട് വന്നാ. എങ്ങനെയുണ്ട് പുറത്തിറങ്ങി കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ? കുഴപ്പമൊന്നുമില്ല, ഭംഗിയായിട്ടുണ്ട്. വളരെ ഇഷ്ടമായി. വളരെ ഇഷ്ടമായി. ഞങ്ങൾ അടുത്താവേ കാരണം കൊണ്ട് എല്ലാ കൊല്ലം ഇവര് വിളിക്കാറില്ലേ? ഇവര് വിളിക്കാറുണ്ട് വെച്ചാൽ ഇവര് കുറച്ച് ദൂരെ ആവേ കാരണം കൊണ്ട് എല്ലാ വർഷവും വിളിക്കണം. നമ്മുടെ ചടങ്ങുണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു ചടങ്ങുണ്ട്. പൂരാവുമ്പോഴത്തേക്ക് എന്താ വിളിച്ചുകൊണ്ടേയിരിക്കും. അവര് വന്നാലും ശരി വന്നില്ലേലും ശരി നമ്മൾ വിളിച്ചോണ്ടിരിക്കും അല്ലേ? ഈ പ്രാവശ്യം വിളിച്ചിട്ടില്ലേ? വരാൻ കൂട്ടക്കാറില്ല, അങ്ങനെയല്ല, വരണം. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാരെ തൃശ്ശൂർ പൂരം കാണണം കേട്ടോ. വന്ന് കാണുക, ആസ്വദിക്കുക. നമുക്കൊരു എന്താ പ്രത്യേകിച്ച് ഒരു വൈബല്ലേ തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം. ഞങ്ങള് തലേന്നും തൃശ്ശൂർ പൂരത്തിന്റെ അന്നൊക്കെ കറങ്ങും. ഇവിടെ വന്നൊക്കെ കറങ്ങിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? സമയ പ്രദർശനമാണോ അതെയോ എന്താണ്? വെടിക്കെട്ട് എല്ലാം ഇഷ്ടാ ശരിക്കും പറയുകയാണെങ്കിൽ. ഇവിടെ കറങ്ങാൻ ഇഷ്ടം, പുറത്താണെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇഷ്ടം. ഒന്നും വാങ്ങിയില്ലേ പ്രാവശ്യം? അതെ, അവിടെ ഉണ്ട്. ഇവിടെ ലോഡ് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കാം. പേര്? നമസ്കാരം. പേര് പറഞ്ഞോ? കൃഷ്ണപ്രിയ. ഇതിപ്പോ എന്തൊരു സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്? ഇതൊക്കെ എറിഞ്ഞു കിട്ടിയതല്ലേ? എല്ലാവരുടെയും കയ്യിലുള്ള സംഭവമാണ്, എറിഞ്ഞു കിട്ടുന്ന സംഭവമാണ്. എന്തായാലും ഏറുകാരൻ ആരാണ്? ഇത് അമ്മയ്ക്ക് കിട്ടിയതാ. അമ്മയാണ് അറിഞ്ഞേ? ഓ ഭയങ്കരമാണല്ലോ. ഉന്നം കറക്റ്റ് ആയി. പേര്? കൃഷ്ണപ്രിയ. ചേട്ടാ പേര്? രജീഷ്. സ്ഥലം എവിടെയാ? ഞങ്ങൾ അങ്കമാലി. പേര്? ഹരിപ്രിയ. എങ്ങനെയുണ്ട് ചേട്ടാ നമ്മുടെ? അടിപൊളി. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. എല്ലാ കൊല്ലം വരുന്നതാ. എല്ലാ കൊല്ലം വരണ പൂരത്തിന് വരും. തലേദിവസം വരും. അപ്പൊ ഇവിടെ താമസമൊക്കെ എവിടെയോ? താമസം ഇവിടെ കൂട്ടുകാർക്കുടെ അടുത്ത് എവിടെയെങ്കിലും തങ്ങി. കുറച്ച് കൂട്ടുകാരുണ്ട് ഇവിടെ, കണ്ടശങ്കടവ് അവിടെ. അപ്പൊ അതൊക്കെ കണ്ടിട്ടേ പോളൂ. ഈ പ്രാവശ്യം ഉറപ്പായിട്ട് വരില്ലേ? ഉറപ്പ്. എങ്ങനെയുണ്ട്? പൂരത്തിന് വരാറുണ്ടല്ലോ? വരാറുണ്ട്. ഈ പ്രാവശ്യം വരില്ലേ? പിന്നല്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേരെയാണ്. ഒത്തിരി സന്തോഷം. TCVയുടെ ഒപ്പം ഇത്ര നേരം ഞങ്ങള് പങ്കെടുത്തു, സംസാരിച്ചു. അമ്മ എറിഞ്ഞിട്ടൊരു ചട്ടി ഇട്ടിട്ടുണ്ട്. അത് വീട്ടിൽ തന്നെ കൊണ്ട് വെച്ചോളൂ. എന്തായാലും നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ തൽക്കാലം ഇന്ന് വിട നൽകുകയാണ്. ഇതുപോലെ ഏറെ സന്തോഷമുള്ള ചില മുഹൂർത്തങ്ങളാണ് ഇന്ന് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചത്. കാരണം ഇതറിയാം, പൂരത്തിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇതുപോലെ ചിരിക്കുന്ന കുറേ മുഖങ്ങളാണ്. അത്തരം മുഖങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് ഒരു മണിക്കൂർ ചെലവഴിക്കാൻ കിട്ടുന്ന ഏറ്റവും മഹനീയമായൊരു നിമിഷത്തിലൂടെയാണ് ടീം TCV കടന്നു പോകുന്നത്. പൂരം സന്ധ്യ തൽക്കാലം ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും വരികയാണ്. പുതുമയാർന്ന ഒരുപാട് അതിഥികളുമായി, കൂടുതൽ വിശേഷങ്ങളുമായി. അങ്ങനെ പൂരത്തിൻ്റെ പതുക്കെ ഒരു താളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം കൂടുതൽ അതിഥികളുമായി പൂരം സന്ധ്യ.